മലയാള സിനിമയിലെ ദുരന്ത താരമാണ് വിജയശ്രീ. വളരെ പെട്ടെന്ന് ഉയരങ്ങളിൽ എത്തുകയും വളരെ പെട്ടെന്ന് ആത്മഹത്യയുടെ തിരശ്ശീല വലിച്ചിട്ട് ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്ത നടി വിജയശ്രീ ഒരു കാലത്തെ യുവാക്കളുടെ ഹരമായിരുന്നു. വിജയശ്രീ ജനിച്ചത് തിരുവനന്തപുരത്ത് മണക്കാട്. വിജയശ്രീയെ വളർത്തിയത് തമിഴ്നാട്ടിൽ സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ വിജയശ്രീക്ക് കുറച്ച് തമിഴ് സിനിമകളിൽ മുഖം കാണിക്കാൻ പറ്റി. പക്ഷേ മലയാള സിനിമയിൽ ഒരു തരംഗമായി വിജയശ്രീ അതിവേഗം മാറി. അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. പ്രേം നസീർ ഷീല ജോഡികൾ തെറ്റുന്നു. പ്രേം നസീറും ഷീലയും രണ്ട് ധ്രുവങ്ങളിലായി മാറും. പ്രേം നസീറും ഷീലയും തമ്മിലുള്ള പ്രണയ തകർച്ച ഇരുവരെയും ശത്രുക്കളാക്കി മാറ്റി. പ്രേം നസീറിനോടൊപ്പം അഭിനയിക്കില്ല എന്ന് ഷീല തീരുമാനിച്ചു. പ്രേം നസീർ പുതിയ നായികമാരെ കൊണ്ടുവന്നു. അങ്ങനെ വന്ന നായികയായിരുന്നു വിജയശ്രീ. വിജയശ്രീയുടെ ഏറ്റവും ഹിറ്റ് ചിത്രം പൊന്നാപുരം കോട്ടയാണ്. അവരുടെ മരണത്തിന് കാരണമായ ചിത്രവും അതുതന്നെയാണ്. വടക്കൻ പാട്ടുകളിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് കുഞ്ചാക്കോ ഒരുപാട് ചിത്രങ്ങൾ അക്കാലത്ത് ഒരുക്കിയിരുന്നു. വടക്കൻ പാട്ടുകളിലെ കഥകളുടെ ചരിത്ര പഴമ പറയുന്ന ചിത്രങ്ങളുടെ പ്രത്യേകത സ്ത്രീകളുടെ നഗ്നമേനിയുടെ ചൂഷണമായിരുന്നു. പൊന്നാപുരം കോട്ടയിലെ കുളിസീനിൽ വിജയശ്രീ അവരറിയാതെ പൂർണ്ണനഗ്നയായി അഭിനയിക്കേണ്ട ഗതികേട് വന്നു. പൊന്നാപുരം കോട്ടയിലെ സെറ്റിൽ വെച്ച് നടന്ന ഒരു സംഭവം അന്നത്തെ പഴമക്കാർ, അന്നത്തെ ആ സെറ്റിൽ വർക്ക് ചെയ്തവർ ഓർക്കുന്നുണ്ട്. വിജയശ്രീയുടെ ഏറ്റവും മാദക സവിശേഷത തുടകളാണ്. നടക്കുമ്പോൾ കൂട്ടി ഉരുമുന്ന തുടകൾ. അത്ര തടിച്ച തുടകളാണ് വിജയശ്രീക്ക്. പക്ഷേ വിജയശ്രീയുടെ മാറിടം അത്ര വലിപ്പമുള്ളതല്ല. നടക്കുമ്പോൾ തുടകൾ കൂട്ടി ഉരസും വിജയശ്രീയുടെ. അതുകൊണ്ട് തന്നെ തുടകൾ കൂട്ടി ഉരസുമ്പോൾ രക്തം പൊടിയും. പൊന്നാപുരം കോട്ടയിലെ സെറ്റിൽ വെച്ച് വിജയശ്രീ നടന്നപ്പോൾ മുലക്കച്ചയാണല്ലോ അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. വെള്ള മുണ്ട് ഒക്കെയുള്ള വസ്ത്രധാരണം. തുടകൾ കൂട്ടിയുരസി രക്തം വന്നു. കുഞ്ചാക്കോ ഇത് കണ്ടു. കുഞ്ചാക്കോ തെറ്റിദ്ധരിച്ചു വിജയശ്രീക്ക് ആർത്തവം വന്നതാണ്. ആർത്തവം വന്ന സ്ത്രീകൾ സെറ്റിൽ വരാൻ പാടില്ല എന്നൊക്കെയുള്ള കർശനമായ വ്യവസ്ഥ പുലർത്തുന്ന വ്യക്തിയായിരുന്നു കുഞ്ചാക്കോ. അതുകൊണ്ട് തന്നെ കല്ലയിൽ പിളർക്കുന്ന ശാസന വന്നു വിജയശ്രീയെ സെറ്റിൽ നിന്ന് മാറ്റുക. വിജയശ്രീക്ക് ആർത്തവമാണ്. പ്രത്യേകിച്ചും വിശുദ്ധമായ കുറേ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കുഞ്ചാക്കോ അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ വിജയശ്രീക്ക് ആർത്തവം വന്നത് അല്ലായിരുന്നു. തുടകൾ കൂട്ടിയുരസിയപ്പോൾ ഉരയുകയും രക്തം വരികയും ചെയ്തു എന്നതായിരുന്നു യാഥാർത്ഥ്യം. അത്രമാത്രം മാദകത്തിളമ്പായിരുന്ന വിജയശ്രീ ഒടുവിൽ ആത്മഹത്യ ചെയ്തപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അവരുടെ ശവശരീരം ഏറ്റെടുക്കാൻ ആരുമെത്തിയില്ല എന്ന് അക്കാലത്തെ നാനാ വാരികയിലെ മദ്രാസ് ലേഖകനായിരുന്ന മധു വൈപ്പന തൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നാനാ വാരികയിലെ മധു വൈപ്പനയും സിനിമാ മാസികയിലെ നടരാജനും ചേർന്നാണ് വിജയശ്രീയുടെ ശരീരം ഏറ്റുവാങ്ങിയത്. അതിനിടയിൽ നാനാ ഫോട്ടോഗ്രാഫർ കൃഷ്ണൻകുട്ടി ഒരു എക്സ്ക്ലൂസീവ് ചിത്രം പകർത്തി. വിജയശ്രീ മരിച്ചു കിടക്കുന്ന ചിത്രം. ആ ചിത്രം കവർ സ്റ്റോറിയായി. ആ ചിത്രത്തിൻ്റെ കവർ സഹിതം നാനയിൽ അച്ചടിച്ചു വന്നു. ആ വിജയശ്രീ മരിച്ചു കിടക്കുന്ന ചിത്രത്തിൻ്റെ കവറാണ് നാന അച്ചടിച്ചത്. ആലക്ക നാന ബ്ലാക്കിൽ വിറ്റുപോയി. കോപ്പി കിട്ടാതായി. നാന റീപ്രിൻ്റ് ചെയ്തു. അങ്ങനെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി റീപ്രിൻ്റ് ചെയ്യുന്ന സിനിമാ പ്രസിദ്ധീകരണം നാനയായി മാറി. വിജയശ്രീയെ പറ്റി കഥകൾ ഒരുപാടുണ്ട്. പറഞ്ഞാലും തീരാത്ത കഥകൾ.